നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാം കോഴ്സിൽ കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ മെയിനായിട്ട് 2 ക്ലാസ്സുകളും പിന്നീട് റെയർ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി ചെറിയ ക്ലാസ്സുകളും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ 2 ക്ലാസ്സുകളുടെ തുടർച്ചയായിട്ട് വിവിധ മേഖലകളിലുള്ള ഹയസ്റ്റ് പുരസ്കാരങ്ങളും കുറച്ച് റെയറായിട്ടുള്ള പോയിന്റുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സിനിമാ മേഖല, സ്പോർട്സ്, സംഗീതം, അതേപോലെ ടൂറിസം, ഇങ്ങനെ വിവിധ മേഖലയിലെ ഹയസ്റ്റ് അവാർഡായിട്ട് ഇനി നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട പോയിന്റുകളാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോട് തന്നെ ഇവ പഠിക്കുക. നേരത്തെയുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 എന്ന പേരിൽ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് JC ഡാനിയൽ പുരസ്കാരത്തെക്കുറിച്ചാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിനിമാ മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? JC ഡാനിയൽ പുരസ്കാരമാണ്. സിനിമാ മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. അപ്പോൾ ലാസ്റ്റ് ഇത് പ്രഖ്യാപിച്ചത് 2019 അപ്പോൾ 2019 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരൻ എല്ലാവർക്കും അറിയാം, റീസെൻ്റ്ലി പ്രഖ്യാപിച്ചാണ്. 2018 ജേതാവ് ഷീലയായിരുന്നു. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്, 2 പേരെ എല്ലാവർക്കും അറിയാം. ഡയറക്ടറാണ് ഹരിഹരൻ. 2019 ജേതാവ് ആരാണ്? ഹരിഹരനാണ്. 2018 ജേതാവ് ആരാണ്? ഷീലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ സിനിമാ മേഖലയിലുള്ള ഹയസ്റ്റ് അവാർഡാണ് JC ഡാനിയൽ പുരസ്കാരം. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു, JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏത്? 1992. പഠിക്കുക. JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയ ഏത് വർഷമാണ്? 1992 JC ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. ആദ്യ ജേതാവ് TE വാസുദേവൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? TE വാസുദേവൻ. TE വാസുദേവൻ. ആദ്യത്തെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? TE വാസുദേവൻ. TE വാസുദേവൻ. അതേപോലെ ഈ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത, അതും ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചാണ്, ആറന്മുള പൊന്നമ്മ. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ആറന്മുള പൊന്നമ്മയാണ്. നിലവിൽ 5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തോണം. സിനിമാ മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1992. ആദ്യ ജേതാവ് TE വാസുദേവൻ. ആദ്യ വനിതാ ജേതാവ് ആറന്മുള പൊന്നമ്മ. നിലവിലെ സമ്മാനത്തുക 5 ലക്ഷം. ദെൻ കറണ്ട് അഫേഴ്സിൽ ഈ 2 പോയിന്റുകളും ശ്രദ്ധിക്കുക. അടുത്തത് GV രാജ പുരസ്കാരം. കായിക മേഖലയിലെ കേരളത്തിലെ പരമോന്നത പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. നൽകുന്നത് കേരള സ്പോർട്സ് കൗൺസിലാണ്. കായിക മേഖലയിലെ പുരസ്കാരമാണ്. ഇത് ലാസ്റ്റ് പ്രഖ്യാപിച്ച 2018-19 2018 ജേതാക്കൾ 2 പേരാണ്. മുഹമ്മദ് അനസ്, PC തുളസി. മുഹമ്മദ് അനസ്, PC തുളസി. 2018-19 ജേതാക്കൾ മുഹമ്മദ് അനസ്, PC തുളസി. മുഹമ്മദ് അനസിന് അത്ലറ്റിക് വിഭാഗത്തിലും PC തുളസിക്ക് ബാഡ്മിൻ്റൺ വിഭാഗത്തിലുമാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. മുഹമ്മദ് അനസ്, PC തുളസി. അതേപോലെ 2017 ജേതാക്കൾ ജിൻ ജോൺസൺ, V നീന. 2 പേരും അത്ലറ്റിക് വിഭാഗത്തിലായിരുന്നു. ജിൻ ജോൺസൺ, V നീന. കായിക മേഖലയിലെ കേരളത്തിലെ പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരം 2018 ജേതാക്കൾ ആരൊക്കെയാണ്? മുഹമ്മദ് അനസ്, PC തുളസി. മുഹമ്മദ് അനസ്, PC തുളസി. 2017 ജേതാക്കൾ ആരൊക്കെയാണ്? ജിൻ ജോൺസൺ, V നീന. ജിൻ ജോൺസൺ, V നീന. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, നൽകുന്നത് കേരള സ്പോർട്സ് കൗൺസിലാണ്. നമുക്കറിയാം GV രാജ, കേണൽ ഗോധവർമ്മ രാജ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് October 13. നമുക്കറിയാം, സംസ്ഥാന കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഏത് ദിവസമാണ്? October 13 ഇത് GV രാജയുടെ ജന്മദിനമാണ് സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, ഈ GV രാജയെക്കുറിച്ച് പരീക്ഷയിൽ ചോദിച്ച 3-4 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിളാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എല്ലാവർക്കും അറിയാം. 2, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ്. നെക്സ്റ്റ്, BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ. BCCIയിൽ അംഗമായ ആദ്യ മലയാളി. BCCIയിൽ അംഗമായ ആദ്യ മലയാളി. 4, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ ചെയർമാൻ. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ ചെയർമാൻ. ഈ 4 ഉത്തരം എന്താണ്? കേണൽ ഗോധവർമ്മ രാജയാണ്. ശ്രദ്ധിച്ചോണം, കായിക കേരളത്തിൻ്റെ പിതാവ്,
കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ്, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ, BCCI അംഗമായ ആദ്യ മലയാളി ആരാണ്? GV രാജ. GV രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത്രയും GV രാജ പുരസ്കാരത്തെക്കുറിച്ച് പഠിക്കുക. നെക്സ്റ്റ്, ഹരിവരാസന പുരസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ശ്രദ്ധിച്ചോണം, ഈ പുരസ്കാരം 2021 വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ മകരവിളക്ക് സമയത്താണ് നൽകുന്നത്, അതുകൊണ്ട് നേരത്തെ തന്നെ പ്രഖ്യാപിക്കും. 2021 ഹരിവരാസന പുരസ്കാര ജേതാവ് MR വീരമണി രാജു. പഠിക്കേണ്ട പോയിന്റാണ്. 2021 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? MR വീരമണി രാജു. MR വീരമണി രാജു. 2020 ജേതാവ് ഇളയരാജ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഹരിവരാസന പുരസ്കാരം 2021 ആർക്ക് ലഭിച്ചു? MR വീരമണി രാജു. 2020 ഇളയരാജ. ഹരിവരാസന പുരസ്കാരം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ആദ്യത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് KJ യേശുദാസ്. ആദ്യത്തെ ഹരിവരാസന പുരസ്കാര ജേതാവരാണ്? KJ യേശുദാസ് ആണ് ആദ്യത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ്. നിലവിൽ ഇതിൻ്റെ പ്രൈസ് മണി 1,00,000 രൂപയാണ്. നിലവിൽ ഇതിൻ്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയാണ്. അടുത്തത് ONV സാഹിത്യ പുരസ്കാരം. ശ്രദ്ധിച്ചോണം, ONV ട്രസ്റ്റ് നൽകുന്നൊരു പുരസ്കാരമാണ് ONV സാഹിത്യ പുരസ്കാരം. 2020 ജേതാവ് M ലീലാവതി. 2019 ജേതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ ശ്രദ്ധിച്ചോണം, ONV സാഹിത്യ പുരസ്കാരം, കാരണം ഇത് കഴിഞ്ഞ് ONV സ്മാരക പുരസ്കാരമുണ്ട്. ONV സാഹിത്യ പുരസ്കാരം ONV ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ്. 2020 ജേതാവരാണ് M ലീലാവതി. 2020 ജേതാവ് M ലീലാവതി. 2019 ജേതാവ് അക്കിത്തം. 2020 ജേതാവ് M ലീലാവതി. 2019 ജേതാവ് അക്കിത്തം. ONV സാഹിത്യ പുരസ്കാരം 2020 M ലീലാവതി. 2019 അക്കിത്തം. നെക്സ്റ്റ്, ONV സ്മാരക പുരസ്കാരം. ഇത് നൽകുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ONV സ്മാരക പുരസ്കാരം നൽകുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. 2019 T പത്മനാഭനും 2018 സുഗതകുമാരിയുമാണ് ഇവിടെ ജേതാക്കൾ. അപ്പോൾ തിരിയരുത്, ONV സ്മാരക പുരസ്കാരം, ONV സാഹിത്യ പുരസ്കാരം 2020 വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ONV സ്മാരക പുരസ്കാരം 2019 ജേതാവ് T പത്മനാഭൻ. ONV സ്മാരക പുരസ്കാരം 2019 ജേതാവരാണ് T പത്മനാഭൻ. 2018 ജേതാവ് സുഗതകുമാരി. നെക്സ്റ്റ്, ബഷീർ സാഹിത്യ പുരസ്കാരം. ബഷീർ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ്. 2019 ജേതാവ് T പത്മനാഭൻ. ഇവിടെ മികച്ച സാഹിത്യ സൃഷ്ടിക്കാണ്. T പത്മനാഭൻ്റെ മരയ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. T പത്മനാഭൻ്റെ മരയ എന്ന കൃതിക്ക്. 2018 ജേതാവ് VJ ജെയിംസ്. അദ്ദേഹത്തിൻ്റെ നിരീശ്വരൻ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ പഠിക്കുക, ബഷീർ സാഹിത്യ പുരസ്കാരം 2019 ആരാണ്? T പത്മനാഭൻ. ഏത് കൃതിക്കാണ്? മരയ. 2018 ജേതാവ് VJ ജെയിംസ്. ഏത് കൃതിക്കാണ്? നിരീശ്വരൻ. നെക്സ്റ്റ്, ബാലാമണിയമ്മ പുരസ്കാരം. 2019 ജേതാവ് T പത്മനാഭൻ. ഇപ്പോൾ ഒരു കാര്യം പിടിയിട്ടല്ലോ, ONV സ്മാരക പുരസ്കാരം, ബഷീർ സാഹിത്യ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം. ശ്രദ്ധിച്ചോണം, ONV സാഹിത്യ പുരസ്കാരം, ONV സ്മാരക പുരസ്കാരം. ONV സ്മാരക പുരസ്കാരം നമ്മൾ ഇവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. ONV സ്മാരക പുരസ്കാരം, ദെൻ ബഷീർ സാഹിത്യ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം. ഇത് മൂന്നും 2019 ലഭിച്ചവർക്കാണ്? T പത്മനാഭനാണ്. ഡീറ്റെയിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ONV സ്മാരക പുരസ്കാരം, ബഷീർ സാഹിത്യ പുരസ്കാരം, ബാലാമണിയമ്മ പുരസ്കാരം, മൂന്നെണ്ണവും 2019 ലഭിച്ചവർക്കാണ്? T പത്മനാഭന്. 2018 ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ ഈ 4 പ്രത്യേകം പഠിച്ചോണം. ഒന്ന്, ONV സാഹിത്യ പുരസ്കാരം 2020 ആർക്ക് ലഭിച്ചു? M ലീലാവതി. 19 അക്കിത്തം. ദെൻ ONV സ്മാരക പുരസ്കാരം 2019 ആർക്ക് ലഭിച്ചു? T പത്മനാഭൻ ലഭിച്ചു. ONV സ്മാരക പുരസ്കാരം 2019 ആർക്കാണ് ലഭിച്ചത്? T പത്മനാഭനാണ് ലഭിച്ചത്. 18 സുഗതകുമാരി. ബഷീർ സാഹിത്യ പുരസ്കാരം 2019 T പത്മനാഭന് മരയ എന്ന കൃതിക്ക്. 2018 VJ ജെയിംസിന് നിരീശ്വരൻ എന്ന കൃതിക്ക്. ദെൻ ബാലാമണിയമ്മ പുരസ്കാരം 2019 T പത്മനാഭൻ. 2018 ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ്, നിശാഗന്ധി പുരസ്കാരം. സംഗീതം, നൃത്തം എന്നീ മേഖലയിലേക്ക് സമഗ്ര സംഭാവനയ്ക്ക് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം.
2020 ജേതാവ് CV ചന്ദ്രശേഖർ. പഠിക്കേണ്ട പോയിന്റാണ്. 2020 നിശാഗന്ധി പുരസ്കാര ജേതാവ് ആരാണ്? CV ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് ഭരതനാട്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. CV ചന്ദ്രശേഖർ. 2019 ജേതാവ് കലാമണ്ഡലം ക്ഷേമവതി. 2019 ജേതാവ് കലാമണ്ഡലം ക്ഷേമവതി. അവർക്ക് മോഹിനിയാട്ടത്തിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. കലാമണ്ഡലം ക്ഷേമവതിക്ക് മോഹിനിയാട്ടത്തിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഇപ്പോൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. 2020 ജേതാവരാണ് CV ചന്ദ്രശേഖർ, ഭരതനാട്യം. 2019 ജേതാവ് കലാമണ്ഡലം ക്ഷേമവതി, മോഹിനിയാട്ടം. നെക്സ്റ്റ്, സ്വാതി സംഗീത പുരസ്കാരം. സംഗീത മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന ഹയസ്റ്റ് അവാർഡാണ് സ്വാതി സംഗീത പുരസ്കാരം. 2019 ജേതാവ് TM കൃഷ്ണ. 2018 ജേതാവ് പാലാ CK രാമചന്ദ്രൻ. ശ്രദ്ധിച്ചോണം, സ്വാതി സംഗീത പുരസ്കാരം 2019 TM കൃഷ്ണ, 2018 പാലാ CK രാമചന്ദ്രൻ. പാലാ CK രാമചന്ദ്രൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2019 സ്വാതി സംഗീത പുരസ്കാര ജേതാവരാണ് TM കൃഷ്ണ. 2018 ജേതാവ് പാലാ CK രാമചന്ദ്രൻ. നെക്സ്റ്റ് വൺ, സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം. 2019 2 പേർക്കാണ് ലഭിച്ചത്. C രാധാകൃഷ്ണന് സാഹിത്യ വിഭാഗത്തിലും S രമേശൻ നായർക്ക് കവിതാ വിഭാഗത്തിലും. സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2019 C രാധാകൃഷ്ണന് സാഹിത്യ വിഭാഗത്തിലും S രമേശൻ നായർക്ക് കവിതാ വിഭാഗത്തിലും ലഭിച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് സാഹിത്യ പുരസ്കാരങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ശേഷം നമ്മൾ കുറച്ച് റെയറായിട്ടുള്ള ഫാക്റ്റുകൾ ഇൻഡിവിജ്വൽ ക്ലാസ് ആയിട്ടും ചെയ്തിരുന്നു. ഇവിടെ വിവിധ മേഖലയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡും പിന്നെ കുറച്ച് റെയറായിട്ടുള്ള പോയിന്റുകളുമാണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും മുൻപ് പരീക്ഷയ്ക്ക് ഇതിൽ പല അവാർഡുകളും ചോദിച്ചതാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണെങ്കിൽ ഇവിടുന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അവാർഡുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. കൃത്യമായിട്ട് ഏത് വർഷം വരെയാണ് ലാസ്റ്റ് പ്രഖ്യാപിച്ചതെന്ന് മനസ്സിലാക്കി ഓർഡറിൽ പഠിക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.